പ്രശസ്ത നടനും നിർമ്മാതാവും സംവിധായകനുമായ ധനുഷ് നമ്മുടെ നയൻതാരയുമായിട്ടുള്ള ശീതസമരം ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണത്. ധനുഷ് അതിര് വിട്ടപ്പോൾ നയൻതാര തിരിച്ചടിച്ചു. ആ തിരിച്ചടിക്കാനുണ്ടായ കാരണമാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയൻതാര പ്രശസ്തയാണ്, അധികം കേസിന് പോവില്ല, പാവമാണ്, ക്ഷമിക്കാനുള്ള കഴിവുണ്ട്. ഇതൊക്കെ നയൻതാര പ്ലസ് പോയിൻ്റാണ്. അത് ഭൂമിയോളം ക്ഷമിക്കുക, ആ ഒരു കഴിവ് നയൻതാരയ്ക്കുണ്ട്. എന്നാൽ പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്നാലും പ്രതികാരം ചെയ്യില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നയൻതാരയെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും എഴുതാനോ എന്തെങ്കിലും എഴുതപ്പെയ്യാൻ അവരുടെ ഇൻ്റർവ്യൂ കൊടുക്കാറില്ല. ഇതാണ് അവർക്ക് ആകെ ഉള്ളൊരു മൈനസ് പോയിൻ്റ്. ഇൻ്റർവ്യൂ ഇഷ്ടമില്ല. അത് നമ്മളോട് മാത്രമല്ല, ആരോടും അങ്ങനെ. ഇൻ്റർവ്യൂ എന്താ പറയാനുള്ളത്? ഇൻ്റർവ്യൂ കൊടുക്കണമെന്ന് തോന്നുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ചാനലിനോ പബ്ലിക്കേഷനോ കൊടുക്കും. ഇതാണ് ശരി. പക്ഷേ തമിഴ്നാട്ടിൽ പോയി, തെലുങ്കിൽ പോയി, പ്രശസ്തയായി, അതായത് എ ഫിലിം ബൈ നയൻതാര എന്ന് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് അവർ വളർന്നു കഴിഞ്ഞു എന്ന് ആലോചിക്കണം. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയാം, പ്രണയം അവരുടെ സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി മതം മാറിയിട്ടുള്ളതാണ്. അവസാനം അവർ സംവിധായകൻ വിഘ്നേശ്വരനെ വിവാഹം കഴിച്ചു കുടുംബമായി സുഖമായി ജീവിക്കുന്നു. പക്ഷേ പലരും നയൻതാരയെ ഇഷ്ടപ്പെട്ടിരുന്നു, സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഇവരുടെ വിഘ്നേഷുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷൻ പലർക്കുമുണ്ടായി. അവരിൽ ഒരാളാണ് ധനുഷ് എന്ന് പറയപ്പെടുന്നു. ഈയിടെ ധനുഷിൻ്റെ വിവാഹമോചനവും നടന്നിട്ടുള്ള കാര്യമാണെന്ന് ആലോചിക്കണം. അപ്പോൾ ധനുഷും നയൻതാരയും തമ്മിൽ കഴിഞ്ഞ 10 വർഷമായി നല്ല സുഹൃത്തുക്കളാണ്. എതിരാവേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ വിഘ്നേഷിന് സംവിധാനം കൊടുത്ത ധനുഷ്, ആ സെറ്റിൽ വെച്ചിട്ടാണ് നയൻതാരയും വിഘ്നേഷും തമ്മിൽ പ്രണയം തുടങ്ങിയത്, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചെന്നാലോചിക്കണം. അന്ന് അവർക്ക് അവരുടേതായിട്ടുള്ള ചില സ്വകാര്യതകളുണ്ടായിരുന്നു. ആ സ്വകാര്യതകൾ പങ്കുവെച്ചത് അവരുടെ വാനിലിരുന്നിട്ടുണ്ടായിരുന്നു ആലോചിക്കണം. അത് ശരിക്കും ധനുഷിന് ദേഷ്യം വരുന്നു, അമർഷമുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ തനിക്കൊരു നഷ്ടമുണ്ടെന്ന് പറഞ്ഞിരുന്നു. സിനിമ കഴിഞ്ഞു. സിനിമ കഴിഞ്ഞപ്പോൾ ഇവിടെ അവർക്ക് ഇവരുടെ രണ്ടുപേരുടെയുമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി, അത് നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയിട്ടാണത് ഉണ്ടാക്കിയത്. അവരുടെ സ്വകാര്യതകൾ, അവരുടെ പ്രണയം, അവരുടെ പ്രണയ രീതി, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ കുട്ടികൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് വിഘ്നേഷ് ഒരു 3-4 വരി എഴുതിയിട്ടുണ്ടായിരുന്നു. ആ വരി ഇതിൽ ഈ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനുമ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ലൊക്കേഷനിൽ ഇപ്പോൾ നിങ്ങൾ പ്രൊഡ്യൂസറാണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. അത് നയൻതാരയും നിഷേധിച്ചിട്ടില്ല. നയൻതാര എന്താ പറഞ്ഞത്? അന്ന് എടുക്കുന്ന ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ, ഞങ്ങൾ തൊട്ടുരുമിയിരിക്കുന്നത്, ഞങ്ങൾ സംസാരിക്കുന്നത്, അതൊരു ഞങ്ങളുടെ മൊബൈലെടുത്തിട്ടുള്ള കാര്യങ്ങളാണത്. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതും ശരി, ധനുഷിൻ്റെ അവകാശം തന്നെയാണത്. ഞങ്ങൾ ഈ ഡോക്യുമെൻ്ററി വന്നപ്പോൾ അതിൻ്റെ ചില സ്വകാര്യതകൾ ചേർക്കണമെന്ന് തോന്നി. അതിൻ്റെ കാര്യം ധനുഷായിട്ട് സംസാരിച്ചു. കാരണം ധനുഷെ സംസാരിക്കുമ്പോൾ ധനുഷിന് ഒരു ദ്രോഹവുമില്ലാത്തൊരു കാര്യം ധനുഷ് സമ്മതിക്കുമെന്നാണ് വിചാരിച്ചതെന്നാണ് നയൻതാര പറഞ്ഞത്. അങ്ങനെ ആദ്യം ധനുഷിൻ്റെ മാനേജറുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അടുക്കാൻ പറ്റാതായപ്പോൾ ഒരു ഫോൺ കോൾ കൊണ്ട് എല്ലാ പ്രശ്നവും തീരട്ടെ എന്ന് വിചാരിച്ച് നയൻതാര ധനുഷിനെ വിളിക്കുന്നു. അപ്പോഴും ധനുഷ് അടുക്കാനുള്ള ഉണ്ടായിട്ടില്ല. അതായത് വീണ്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാതിരിക്കത്തക്ക രീതിയിലാണ് ധനുഷിൻ്റെ പോക്കെന്ന് മനസ്സിലായി. ധനുഷിൻ്റേതായി എടുത്ത കാര്യങ്ങൾ ഞങ്ങളത് തിരിച്ചു കൊടുത്തിട്ടാണ് വിഘ്നേഷ് എഴുതിയ ഈ 4 വരികൾ ഞങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്നിട്ടും അയാൾ ക്ഷമിക്കാൻ തയ്യാറായിരുന്നില്ല. ചില കാര്യങ്ങൾ, ചില സ്വകാര്യതകൾ ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു. അത് ഇതിൽ ചേർത്തിട്ടുണ്ട്. ചേർക്കാതിരിക്കാം, വേണ്ടെന്ന് വയ്ക്കാം. പക്ഷെ നമുക്ക് ഒരു സുഹൃത്തിനെ നമുക്ക് എളുപ്പം നഷ്ടപ്പെടുത്താം. ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാനും ധനുഷും തമ്മിൽ ഒരു ശത്രുതയില്ല എന്നാലോചിക്കണം എന്നാണ് നയൻതാര പറഞ്ഞത്. ശത്രുതയുടെ ആവശ്യമില്ല. മാത്രമല്ല, എന്തിനാണ് ശത്രുക്കളായിരിക്കുന്നത്? കഴിഞ്ഞ 10 വർഷമായിട്ട് നല്ല സുഹൃത്തുക്കളാണ്. ചെറിയൊരു ഡോക്യുമെൻ്ററിയുടെ പേരിൽ ഇങ്ങനെ ശത്രുതയുടെ ആവശ്യമുണ്ടോ?
പക്ഷേ പലരും പറഞ്ഞ് പ്രചരിപ്പിച്ച് എന്താണെന്നറിയാമോ, ഇത് ധനുഷും നയൻതാരയും തമ്മിലൊരു ഒത്തുകളിയാണ്, നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയിട്ടുള്ള ഒത്തുകളിയാണ്. ഈ ഡോക്യുമെൻ്ററി സാധാരണ അധികം ആൾക്കാർ കാണാറില്ല. ഈ കാണാത്ത ഈ ഡോക്യുമെൻ്ററിക്ക് വലിയ പ്രചരണം കൊടുത്തുകൊണ്ട് കൂടുതൽ പേരെ കാണിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് എന്ന് ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഡോക്യുമെൻ്ററി 2 ആഴ്ച കൊണ്ട് 50 ലക്ഷം പേരാണ് കണ്ടതെന്ന് ആലോചിക്കണം. നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? നയൻതാര തന്നെ പറയുന്നു, എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം എൻ്റെ ഒരു സിനിമ പോലും അതിൻ്റെ 7 അയൽവക്കത്ത് വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ സിനിമയ്ക്ക് പോലും ഇത്രയും ഒരു മാർജിൻ, ഇത്രയും പേര് വ്യൂവേഴ്സ് ഉണ്ടായിട്ടില്ല. അത് എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുക എന്ന് ആലോചിക്കണം. അപ്പോൾ അത് ഒരു വിവാദം ഉണ്ടാക്കിയത് കൊണ്ടല്ല, അത് വിവാദമായി തീർന്നു എന്നുള്ളതാണ്. ആ വിവാദത്തിന് കാരണക്കാരി ഞാനല്ല എന്ന് ആണയിട്ട് തന്നെയാണ് നയൻതാര പറഞ്ഞത്. അതിന് കാരണക്കാരൻ ആരാ? ധനുഷാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഇവിടെ കൊണ്ട് എത്തിച്ചു. ഇനിയും കേസിന് പോകണം. ഈ ദിനീഷിൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഞാൻ എന്തിന് പേടിച്ച് നിൽക്കണമെന്നാണ് നയൻതാര ചോദിക്കുന്നത്. ഞാൻ കേട്ടിട്ടില്ലേ, അള മുട്ടിയാൽ ചേര തിരിഞ്ഞ് കടിക്കുന്നുള്ളത്. ചേരയ്ക്ക് വിഷമില്ല എന്നുള്ള ആൾ പറയുന്നത്, പക്ഷെ എന്നാലും അത് തിരിഞ്ഞ് കടിക്കും. ആ ഒരവസ്ഥയാണ് നയൻതാരയ്ക്ക് വന്നിട്ടുള്ളതെന്ന് നയൻതാര തുറന്നു പറയുന്നു. കാരണം ഇങ്ങനെ ക്ഷമിച്ച് നമ്മൾ എവിടെ പോകും? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് സ്വപ്നങ്ങളില്ലേ? ഈ ഒരു സ്ത്രീ ആയതുകൊണ്ട് എന്നെ എന്തും ചെയ്യാമെന്ന് വിചാരിച്ചാൽ സമ്മതിക്കില്ല. ഞാനും തിരിച്ചടി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കണം. കേസ് തീരണമെങ്കിൽ തീരട്ടെ, സൗഹാർദ്ദപരമായിട്ട് തീരാൻ തന്നെയാണ് ആഗ്രഹിച്ചിരിക്കുന്നതെന്നാണ് നയൻതാര പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, ഇതിങ്ങനെ നീണ്ടുപോയി കേസിന് പോയിക്കൊണ്ട് ധനുഷ് ആവശ്യപ്പെട്ട ഏകദേശം തുക ഇതിന് കൊടുക്കാവുന്ന സംവിധാനം ഉണ്ടായിരിക്കും ആലോചിക്കണം. ഒരു ഡോക്യുമെൻ്ററി എന്ന് പറയുക, ഏത് ഡോക്യുമെൻ്ററി ആയാലും ഒരു ഡോക്യുമെൻ്ററി ഹിറ്റാവില്ല. അതൊരു ഡോക്യുമെൻ്ററി രീതിയിൽ തന്നെ കാണുന്നുള്ളൂ. ഒരു സിനിമ കാണുന്ന സുഖമൊന്നും ഡോക്യുമെൻ്ററിക്ക് ഉണ്ടാവില്ല എന്ന് ആലോചിക്കണം. പ്രത്യേകിച്ച് നയൻതാര എന്ന സൂപ്പർ ലേഡിയുടെ സിനിമയ്ക്ക് കിട്ടാത്ത പബ്ലിസിറ്റിയും വ്യൂവർഷിപ്പും അവരുടെ വിഘ്നേഷും നയൻതാരയുടെ ഡോക്യുമെൻ്ററിക്ക് കിട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എത്രതാണെന്ന് ആലോചിക്കണം. അതും വെറും വിവാദമല്ല, വൻ വിവാദം തന്നെയാണ്. ആ വിവാദമാക്കിയ ധനുഷിനോട് നന്ദി പറയുന്നതോടൊപ്പം തന്നെ നയൻതാര പറയുന്നത്, ഇനി കേസെങ്കിൽ കേസ്, ആ കേസിന് ഞാൻ തയ്യാറാണ്, വരുന്നിടത്ത് കാണാമെന്ന് തന്നെയാണ് നയൻതാര പറയുന്നത്. ഇത് നയൻതാര പറയുമ്പോൾ ഇത് എനിക്ക് വേണ്ടിയല്ല, സ്ത്രീകളെ അടിച്ചമർത്താനും സ്ത്രീകളെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പാണ്. എന്നോടൊപ്പം നിൽക്കുന്ന അല്ല എനിക്ക് ശേഷം വരുന്ന നടികൾക്കോ സ്ത്രീകൾക്കോ ഇതിങ്ങനെ ചെയ്യേണ്ടി വരും. അവരങ്ങനെ ചെയ്യണം. മാക്സിമം നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുക. വിട്ടുവീഴ്ച ചെയ്തിട്ട് നമ്മളെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നവരെ വെറുതെ വിടരുത് എന്നുള്ള താക്കീത് തന്നെയാണ് നയൻതാര കൊടുക്കുന്നതെന്ന് ആലോചിക്കണം.